ഇല്ല, ഞാൻ മാത്രം ഇതിനകത്തില്ല. ഹായ്, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ജൂലൈ 13, 2025, അതായത് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സായ അമൽ അഗസ്റ്റിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ സ്വന്തം ബർത്ത്ഡേ ഇത്രയും അധികം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അത് അമലാണ് കേട്ടോ. ഇങ്ങനെ ആ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് അതിങ്ങനെ ഓർത്തോർത്ത് അവന് വേണ്ടി തന്നെ അവൻ ബർത്ത്ഡേക്ക് ഇടാനുള്ള പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്തിട്ട് നമുക്കെല്ലാവർക്കും അയച്ചു തരും. അതിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യും ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ അവൻ്റെ ദിവസം ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യണത് ഞങ്ങളുടെ കൂട്ടത്തിൽ അവൻ ഒരാളാണ്. അവനൊരു സിനിമാ ഭ്രാന്തനാണ്. സിനിമയെ കുറിച്ചുള്ള ഒട്ടുമിക്ക എല്ലാ അറിവുകളും ഉണ്ട്. ഇറങ്ങുന്ന സിനിമകളെല്ലാം പോയി കാണും. ഒരു കട്ട ലാലേട്ടൻ ഫാനാണ്. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഗൈസ് അവനെ കുറിച്ച്. ഇതാ അപ്പോൾ നമ്മൾ അമലിന് മുറിക്കാനുള്ള കേക്ക് മേടിക്കാൻ വന്നിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങൾ ഇത് ഫിക്സ് ചെയ്തു, ഈ ചോക്ലേറ്റ് കേക്ക്. ഇതെന്താ റെഡ് വെൽവെറ്റാ? ഞങ്ങൾ ചോക്ലേറ്റ് മാറ്റി റെഡ് വെൽവെറ്റ് ഫിക്സ് ചെയ്തു. ഇല്ല, എടുക്കല്ല. ഇല്ലില്ല, കാലൊന്നും പിടിക്കണ്ട. ഹാപ്പി ബർത്ത്ഡേ അമൽ. വേണ്ട വേണ്ട, എഴുതിക്കോ. ക്യാമറ കണ്ട ഭാഗത്ത് എഴുതിക്കൊണ്ട് വരാന്ന്. അത് കുഴപ്പമില്ല, കിട്ടത്തില്ല. ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ ചാലിൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കേക്ക് മുറിക്കാനാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ വിചാരിച്ച് ചാലിലേക്ക് അവനെ വിളിച്ച് അവൻ എന്തായാലും അറിയാവുന്ന കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് അവൻ്റെ വീട്ടിലോട്ട് തന്നെ പോയിട്ട് കേക്ക് മുറിക്കാമെന്ന്. അപ്പം നമ്മളെ വെയിറ്റ് ചെയ്ത് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ നമ്മുടെ ബാക്കി ഫ്രണ്ട്സ് നിൽപ്പുണ്ടായിരുന്നു. ക്യാമറ കണ്ടപ്പോഴേ ജിപ്പം മാറി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അമലിൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. അടുത്താണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ജസ്റ്റ് ഒരു 10-15 മിനിറ്റത്തെ നടപ്പൊക്കെ ഉള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി അമലിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കേക്കുമായിട്ട് നമ്മൾ അമലിൻ്റെ വീട് എത്താറായി. അമൽവി പ്രതീക്ഷിക്കുക. ഇതാണ് ഗൈസ് അമൽവിയുടെ വീട്. വീടാണ്, നല്ല ചെളിയാ. എന്താടാ കുറക്കണ? ഹാപ്പി ബർത്ത്ഡേ. ചാലി പോവാൻ നോക്കുകയാണെങ്കിൽ ചാലി പോവാൻ അവിടെ പോവാൻ എന്താ ഇതാ പൈസ കൊടുത്ത് മേടിച്ചത്? ഇത് പുതിയതാണോ? അമലൊന്നുമില്ല, അമൽ. അതിന്റെ എന്തോ കുത്തിട്ടിട്ടുണ്ട്. കുത്തൊക്കെ ഇട്ടിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
അവനെന്നെ തൊഴുത് കാണിച്ചു. അവനൊക്കെ അറിയാം. അല്ല അറിയില്ല, എടാ ഞാൻ അകത്ത് വരുന്ന എഴുതിക്കോളാം. കേക്ക് സെറ്റ് ഇല്ല, ഞാൻ മാത്രം ഇതിനകത്തില്ല. ഇത് ഇന്ന് അവന് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. നല്ല രസീതേ ഗൈസ് കാണാൻ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ ബൊക്കെ ആയിരുന്നു. ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. ഇതാണ് ഗൈസ് ഇന്നത്തെ അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് അവൻ ഉണ്ടാക്കിയെടുത്ത ഒരു റീലാണ്. കഴിഞ്ഞ ദിവസം പോയി ഷൂട്ടൊക്കെ ചെയ്ത് അവൻ്റെ അനിയൻ തന്നെ എഡിറ്റ് ചെയ്ത് നല്ല അടിപൊളി ഒരു റീലാണ്. അത് ഇറങ്ങാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഇത് അത് പ്രതീക്ഷിച്ച് വന്നത് തന്നെ. പാരമ്പര്യമായിട്ട് ഇതിന്റെ ആദ്യം കിട്ടിയപ്പോ കൊണ്ടുവന്ന് ഉറക്കാൻ കൊടുത്തായിരുന്നു. പായസം കുടിക്കാൻ കഴിയും. നീ ഇല്ല. എന്താണ് ആദ്യം അങ്ങനെ പായസം കുടിച്ചു, പിന്നെ കേക്ക് മുറിച്ച് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ മിഠായിയും കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവൻ്റെ വീട്ടിൽ സ്പെൻഡ് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക സംസാരിച്ചു. കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പോന്നിട്ടാ. അടിപൊളിയായിരുന്നു ഇന്നത്തെ നൈറ്റ് എന്ന് പറയണത്. അങ്ങനെയൊക്കെ ചെയ്തോ. സോ വെൽക്കം ടു ദ ക്ലബ് ഓഫ് 26. Bye.